UDF-ന് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളെന്ന് പറയുകയാണ് മുതിർന്ന CPIM നേതാവ് MM മണി. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും MM മണി. താൻ മത്സരിച്ചിരുന്നെങ്കിലും ഉടുമ്പൻചോലയിൽ തോൽക്കുമായിരുന്നു. മുണ്ടും മടക്കിക്കുത്തി ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നും MM മണി 24-നോട് പറഞ്ഞു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. MM മണി നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടപ്പോൾ ആശാൻ പറഞ്ഞത് ഭരണമില്ലെങ്കിലും പുല്ലെന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഭരണം നഷ്ടപ്പെട്ടു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഭരണം നഷ്ടപ്പെട്ടത് അതിൻ്റെ രാഷ്ട്രീയ കാരണമുണ്ടോ സംഘടനാപരമായ കാരണമുണ്ടോ എന്നെല്ലാം ഞങ്ങൾക്ക് അതിലെ നേതൃത്വമുള്ള പാർട്ടിയാണ്. പോളിംഗ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം ഉണ്ട്. പിന്നെ LDF-ന്റെ സംസ്ഥാന സമിതിയുണ്ട്. അവിടെയൊക്കെ കൂടെ പരിശോധിച്ചാണ് വിശദമായ കാര്യങ്ങൾ പറയാൻ കഴിയുക. ഏതായാലും തോറ്റു എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. ഇല്ലാന്നിപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൈപ്പത്തി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വമ്പം ഭൂരിപക്ഷം. ആ കൈപ്പത്തി എന്നുള്ളത് തന്നെയൊന്നുമല്ല. രാഷ്ട്രീയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കണം. നോക്കി പാർട്ടി അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം എങ്ങനെയായിരിക്കും? ഇനിയുള്ള തോൽവിയുടെ കാര്യകാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തിരുത്തൽ നടപടികൾ വരുത്തിക്കൊണ്ട് പൂർവാധിക ശക്തിയായി പാർട്ടിയെയും വർഗവിഭജനഘടനയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഉടുമ്പൻചോലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് തോറ്റുപോയത്. അതെ. അപ്പം ഞാൻ നിന്നതിനും തോറ്റതിനും നേശാനായിരുന്നേ ഒരുപക്ഷെ വിജയിച്ചേനെ എന്നുള്ളതാണ് പൊതു. അതൊക്കെ ചുമ്മാ ആളുകൾ ഇപ്പം പറയല്ല. അങ്ങനൊന്നും വിലയിരുത്താൻ കഴിയില്ല. സംസ്ഥാനത്ത് ആകെ വന്നിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതാണ് അവിടെയും വന്നത്. അതുകൊണ്ട് തോൽവിയുടെ കാര്യകാരണങ്ങൾ എന്താണ്? ഞങ്ങളുടെ LDF-ന്റെ പ്രവർത്തനങ്ങളിൽ വന്ന വൈകല്യമുണ്ടോ? പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ടോ? പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്താണ് മാറ്റം വരുത്തേണ്ടിയിരുന്നത്? അല്ലേ അത് സ്വയം പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം സംഘടിപ്പിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് ഇല്ലെന്നോർത്തൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാനും കഴിയില്ല. ഞങ്ങൾ മുണ്ടും മടക്കിക്കൊന്ന് നിങ്ങളെയെല്ലാം കൂട്ടി, കൃഷിക്കാരെയും തൊഴിലാളികളെയും എല്ലാം കൂട്ടി, യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൂട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. അപ്പോൾ പ്രശ്നമെല്ലാം തീരും. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.